അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സെവിൻ സിറിയേക്ക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീ. ചൂണ്ടിടാൻ വേണ്ടി വന്നതാണ്. കടലിൻ്റെ സൈഡിലാണ്, അവിടെ കാറ്റുണ്ട്. നമുക്ക് ഓഡിയോ എത്രത്തോളം ക്ലിയർ ആണെന്നറിയത്തില്ല. എന്താണെങ്കിലും ലിവർ കാസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. നമ്മളെ കൂടാതെ കുറേ ചൂണ്ടക്കാർ ഇവിടെ ഉണ്ട്. എന്താണ് നമുക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിലും ആർക്കെങ്കിലും ഒരു മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ മേടിക്കും. അപ്പോൾ എന്താണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാരും കുടിക്കാൻ ആഗ്രഹിച്ചാലും പിടിച്ചിട്ടില്ല. എനിക്ക് മീനൊന്നും കിട്ടിയില്ല. പക്ഷെ ഇവിടെ മീൻ പിടിച്ച കുറച്ച് പുലികൾ നിൽപ്പുണ്ട്. ചേട്ടാ പോവാതെ. ഈ ചേട്ടാണ് മീൻ പിടിച്ചേട്ടോ. ഇങ്ങനെ ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? ഹാരിസ് എന്നാണ് പേര്. ഈ ചേട്ടനാണ് മീൻ പിടിച്ചത്. എന്തായാലും നമുക്ക് മീനൊന്നും കിട്ടിയില്ല. നമ്മളെന്തായാലും ഈ മീൻ അങ്ങ് മേടിക്കുകയാണ്. കാളാഞ്ചി സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മുടെ കോട്ടയം സൈഡിലൊക്കെ കാളാഞ്ചി എന്ന് പറഞ്ഞ സാധനം തരുന്ന മീൻ വേറെ ഒരു മീനാണ്. അതിൻ്റെ പേരെനിക്കറിയില്ല. കാളാഞ്ചി എന്ന് പറഞ്ഞ് നരിമീനല്ല ഇത്. ഈ സാധനമല്ല കാളാഞ്ചി എന്ന് പറഞ്ഞ കോട്ടയത്ത് വരുന്നത്. കോട്ടയത്തെ കാളാഞ്ചി എന്ന് പറഞ്ഞിട്ടായിരുന്നു വേറെ മീനാണ്. നമ്മളിത് വീട്ടിലൊന്നും ആരും കണ്ടിട്ടില്ല. ഇതാണ് ഒറിജിനൽ കാളാഞ്ചി. നമ്മുടെ കാളാഞ്ചി നരുമീൻ എന്നൊക്കെ പറഞ്ഞ മീൻ ഇതാണ് കേട്ടോ. ഞാൻ മീനൊന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ സാധനം. നല്ല ഭംഗിയുള്ള മീനാണ്. ഇതിൻ്റെ അടി ഇവിടുന്ന് പൊക്കിയേട്ടാ ഒന്ന് പൊക്കി പിടിച്ച്. ശരിക്കും ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മുടെ ഈ കടലിലെ ഏറ്റവും നല്ലൊരു അല്ലേ, നല്ല മീനൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്ന സാധനമല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇത്രയും വൈഡായിട്ടുള്ള ഫിന്നായതുകൊണ്ട് തന്നെ കണ്ടോ വലിയ മുള്ളൊക്കെ ഉണ്ട്. കൈ കൊണ്ടു കഴിഞ്ഞാൽ കൈയുടെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും സ്പീഡിൽ ചത്തിട്ടില്ല കേട്ടോ. ഇതിന് ഇത്രയും സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റുന്നത്. കാരണം കണ്ണൊക്കെ തിളങ്ങുന്നുണ്ടല്ലോ. അല്ലല്ലേ, നല്ല ഫൈറ്ററല്ലേ. എന്താണെങ്കിലും ഇവരുടെ 3 പേരെ ഞാൻ ശരിക്കും പരിചയപ്പെടുത്തി തരാം. ഈ ചേട്ടൻ്റെ പേര് ബെന്നി അല്ലേ? ബെന്നി എന്ത് ചെയ്യും? മത്സ്യബന്ധനാണ്. കടലിൽ പോയി പിടിക്കുന്നതാണോ? അടിപൊളി ഹെവി ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളൊക്കെ ചുമ്മാ ആറ്റിലും തോട്ടിലൊക്കെ ഇടുന്ന ആൾക്കാർ. ഇവരൊക്കെ ശരിക്കും റിയൽ ഫൈറ്റേഴ്സാണ്. നമ്മളൊക്കെ ചുമ്മാ ഹോബി ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ ഇവരത്
ഭയങ്കര എന്നാ പറയുക പാഷനോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അധികം വിളിച്ചില്ല, അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊക്കെ കയ്യിൽ ഒതുക്കാൻ പറ്റുമെന്ന്. അതിന് തെറിച്ചു പോയത്, അതിന്റെ വായന്ന് തെറിച്ചു പോയത്. പുഴയുടെ നല്ല വെക്കാന്നല്ലേ? ഇതാ 550 രൂപ. വേണ്ട ബെന്നിച്ചേട്ടൻ അടുത്ത് അടിച്ചിരിക്കുകയാണ്. ദേ കറുപ്പ് കേട്ടോ, ഏകദേശം ചേട്ടൻ ഉദ്ദേശിച്ച മീനാണ്. ഇതാണ് കറുപ്പ് കേട്ടോ, നമ്മുടെ ഗ്രൂപ്പർ അമൂർ അഴുകക്കോര എന്നൊക്കെ പറയുന്ന സാധനം. ഏകദേശം 1 കിലോ ഉണ്ട്. ചേട്ടനാണ് കേട്ടോ അടിച്ചു കയറ്റിയിരിക്കുന്നത്. അടിപൊളി. എന്താണ് നമ്മുടെ വൈൻഡപ്പ് വീടാണ്. എനിക്ക് മീനൊന്നും കിട്ടിയില്ല. നമുക്ക് മീൻ കിട്ടുന്ന അതേ സന്തോഷം തന്നെയാണ് നമ്മുടെ കൂടെ ഇരുന്ന ആൾക്കാരും മീൻ പിടിക്കുന്നത് കാണുമ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ വീട്ടിൽ പോവാണ്. മീൻ നല്ല വെയിറ്റ് ഉണ്ട്, ചുവന്ന് മടുത്ത കേട്ടോ. നേരെ വീട്ടിൽ പോയിട്ട് മമ്മീനെ കൊണ്ട് നമുക്ക് സാധനത്തിനെ കുക്ക് ചെയ്യുകയോ കറി വെക്കുകയോ വറക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. മമ്മിയുടെ അപ്പോഴത്തെ മൂഡ് പോലെ. എന്താണ് വീട്ടിൽ ചെന്ന് കാണാം കേട്ടോ. ചേട്ടാ നമ്മളിപ്പോൾ വീട്ടിലെത്താറായി. വീട്ടിൽ കയറിയില്ല. എന്താണ് വീട്ടിൽ കയറുമ്പോഴേക്കും മമ്മിയും മീനെ കണ്ടിട്ടില്ല. മമ്മിയുടെ റിയാക്ഷൻ ഒന്ന് കാണിച്ചു കൊടുത്തല്ലോ. മീനിൻ്റെ ഫ്രണ്ടിലിരിപ്പുണ്ട്. മമ്മിയുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ, കാണിച്ചു തരാം. അമ്മേ എന്നാ അറിയോ, നേട്ടപ്പോൾ നമ്മൾ കാളാഞ്ചി വെട്ടാൻ പോവാണ്. നമ്മളല്ല, മമ്മി വെട്ടും, ഞാൻ വീഡിയോ എടുക്കും. ദേ കണ്ടല്ലോ, നല്ല കിടുക്കം മീനാണ്. നമുക്ക് വെട്ടുന്ന കാണിച്ചു തരാം. മീൻ എടുത്തുകൊണ്ട് വന്നാണെങ്കിലും വെട്ടിന്ന് മൊത്തം മമ്മയാണ് കേട്ടോ. അപ്പം മീൻ വെട്ടി നമ്മൾ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനിൻ്റെ ഒരു നടുക്കഷ്ണം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനിൻ്റെ കറി വെക്കാൻ വേണ്ടി പോവാണ്.
നല്ല നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് പറ്റിയിരിപ്പുണ്ട്. ചാറൊക്കെ നല്ല കുറുകി. മമ്മി പാത്രത്തിലേക്ക് മാറ്റും. ഒരു വലിയ കഷ്ണം തന്നെ എടുത്തേക്ക്. നമുക്കൊരു കഷ്ണം തന്നെ എടുത്ത് വെക്കാം. മീൻകറി അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ മസാല എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. കുരുമുളക്, കാന്താരി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഇതിൻ്റെ എല്ലാം നല്ല സ്മെല്ലുണ്ട് കറിക്ക്. എങ്ങനെയുണ്ട്? നല്ലതാണോ? കാണാൻ അടിപൊളി കറിയാണ് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാന്നുള്ളൂ. കുരുമുളകും കാന്താരിയും നമ്മളിതിൻ്റെ പ്രീവിയസ് വീഡിയോയ്ക്ക് നമ്മളിതിന് വറുത്തായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല ഫ്ലേവറാണ് കേട്ടോ. അടിപൊളി കറി. കപ്പയ്ക്ക് നല്ലതല്ലേ? ചോറിനും കപ്പയ്ക്കും അപ്പത്തിനും എല്ലാത്തിൻ്റെയും കൊടുത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണിത് നെടുകിയിരിക്കുന്നത്. ഈ മീൻ കഴിക്കുന്ന സമയത്ത് മറന്നു പോകരുതാത്ത 3 പേരുകളുണ്ട്. മീൻ പിടിച്ച ഹാരിസ് ചേട്ടൻ അനിയൻ ആഷിഖ് ചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ബെന്നി ചേട്ടൻ. 3 പേർക്കും ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ ഒരു പുതിയ ഫിഷിങ്ങും കുക്കിങ്ങും ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ സെബിൻ സിറിയക്. താങ്ക് യു സോ മച്ച് ഗൈസ്.